ഹേ ഗുഡ് പീപ്പിൾ, ഞാൻ ഇന്ന് നിങ്ങളെ ഒരു സ്റ്റിച്ചിങ് സെൻറ്റർ കാണിച്ചു തരാം കേട്ടോ. ബാംഗ്ലൂർ വന്നപ്പോൾ ഞാൻ ഒത്തിരി ഫേസ് ചെയ്തൊരു ഇഷ്യൂ ആയിരുന്നു എവിടെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കും എന്നുള്ളത്. ഞങ്ങളുടെ വീടിനടുത്ത് കുറേ സ്റ്റിച്ചിങ് സെൻറ്റർ ഉണ്ടെങ്കിലും മലയാളികളുടെ സ്റ്റിച്ചിങ് സെൻറ്റർ തീരെ ഇല്ലായിരുന്നു കേട്ടോ. പണ്ടൊരിക്കൽ ഞാൻ ഇതുപോലെ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തപ്പം ഞാൻ പറഞ്ഞ മോഡലല്ലായിരുന്നു അവർ തയ്ച്ചത് കേട്ടോ. സംഭവം കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ആയിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഷൈനി ആൻറ്റിയുടെ കാര്യം എന്നോട് ഒരാൾ പറഞ്ഞത്. പിന്നെ ഞാൻ എല്ലാ ഡ്രസ്സും ആൻറ്റിയുടെയിലാണ് കൊടുത്തത് കേട്ടോ. അത് കൊടുക്കാനുള്ള കാരണം ആൻറ്റി നമ്മളോട് നല്ല കംഫർട്ടബിൾ ആയിരുന്നേ. ആൻറ്റിയോട് നമ്മളിപ്പോൾ എന്ത് മോഡൽ പറഞ്ഞാലും ആ മോഡലിൽ അടിപൊളിയായിട്ട് ആൻറ്റി തയ്ച്ചു തരും കേട്ടോ. നമ്മൾ ഏത് മോഡൽ പറയുന്നോ അതുപോലെ തന്നെ ആൻറ്റി ചെയ്തു തരും കേട്ടോ. ആൻറ്റിയുടെ കൂട്ടത്തിൽ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നേ. എനിക്കാണെങ്കിൽ ഇപ്പോൾ കംഫർട്ടബിൾ അല്ലാത്ത ആൾക്കാരുടെ കൂട്ടത്തിലൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്നതൊന്നും എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ ആൻറ്റിയുടെ അടുത്ത് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. ആൻറ്റി നല്ല ഇൻട്രാക്റ്റീവും നമ്മളെ തീരെ ബോറടിപ്പിക്കത്തില്ല കേട്ടോ. നമ്മളിപ്പോൾ എന്തെങ്കിലും ഐഡിയാസ് പറയുമ്പം ആൻറ്റിയുടെ കുറച്ച് ഐഡിയാസും കൂടി പറഞ്ഞു തന്നിട്ട് അതിൻ്റെ ഒരു ബെറ്റർ ഔട്ട്കം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആൻറ്റി ശ്രമിക്കും കേട്ടോ. ഈ ഒരു സ്റ്റിച്ചിങ് സെൻറ്റർ ആൻറ്റിയുടെ വീട്ടിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ആർട്ട് നഗർ ഡിമാർട്ട് റോഡിലാണ്. കറക്റ്റ് ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാമേ. അപ്പോൾ ഇതിനടുത്തുള്ള ആർക്കെങ്കിലും ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആൻറ്റിയെ കോൺടാക്ട് ചെയ്താൽ മതിയേ. ഞാൻ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തേക്കാം. അപ്പം ബൈ.